ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി കിടുക്കാച്ചി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ ജലജയ്ക്ക് നല്ലൊരടി കൊടുക്കുകയാണ് നമ്മുടെ ദേവയാനി. ജലജയ്ക്ക് കിട്ടേണ്ടതാണ്, കുറേ നാളായി കിട്ടിയിട്ട് അതങ്ങ് കയ്യോടെ കിട്ടുകയാണ്. അപ്പോൾ ജലജ ഉള്ള സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയുകയാണ് കേട്ടോ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെ ദേവയാനിയും നയനയും കൂടിയുള്ള ഒളിച്ചു കളികളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നയനയെ മനസ്സ് തുറന്ന് സ്നേഹിക്കുകയാണ് ദേവയാനി. പക്ഷേ ആ വിവരമൊന്നും പുറത്താരും അറിയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ഒന്നിച്ച് നടക്കാനൊക്കെ പോയി കുറേ സമയം കഴിയുമ്പോഴേക്കും അവർ രണ്ടും രണ്ട് വഴിക്ക് പോരുവാണ് കേട്ടോ. അങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങുന്ന ആദർശ് കാണുകയാണ് ദേവയാനിയെ വണ്ടിയെ കയറ്റി കൊണ്ടുവരുന്ന ഒപ്പം തന്നെ നയനയും കൂടി വണ്ടിയെ കയറ്റി കൊണ്ടുവരികയാണ്. വണ്ടിയിൽ ഇരുന്നും പരസ്പരം പോരടിക്കുകയാണ് രണ്ടുപേരും കൂടെ. അപ്പോഴും ആദർശ് പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും സംസാരിക്കണ്ടമ്മേ, അവളോട് അങ്ങനെ മോശമായിട്ട് സംസാരിക്കരുതെന്ന്. അപ്പോൾ ദേവയാനി പറയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയുള്ളൂ, ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയി മാറുമെന്ന് പറയുമ്പം നയന ചിരിച്ചുകൊണ്ടൊക്കെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും അവൾക്കതൊന്നും ഒരു വിഷയമല്ല, അവൾ ആ രീതിയിൽ തന്നെ അങ്ങ് പോകത്തേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ നടപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിച്ച് വന്ന് വണ്ടിയിൽ ഇറങ്ങുന്നത് കാണുകയാണ് കേട്ടോ നമ്മുടെ ജലജയും ജാനകിയും അനാമികയും ഒക്കെ. അപ്പോഴേ തന്നെ ജലജ പറയുന്നുണ്ട്, കണ്ടില്ലേ ഇത്രയും നാളും ഇല്ലാത്തൊരു ഒത്തൊരുമ, അമ്മായിയമ്മയും മരുമകളും മകനുമെല്ലാം ഒന്നിച്ച് നടക്കാൻ പോയിട്ട് വന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനാമികയും പറയാണ്, ശരിയാ, ഇപ്പം എന്തെല്ലാം മാറ്റങ്ങളാ. വല്യമ്മയ്ക്ക് അവളെ ഇഷ്ടമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പം അവളുടെ കാര്യത്തിലെല്ലാം വല്യമ്മയ്ക്ക് നല്ല ശ്രദ്ധയാണ്, എല്ലാ കാര്യങ്ങളും വല്യമ്മ നോക്കി തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അതെ, അതെന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരിത്തിരി പറയുമ്പം അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുമല്ലോ. ഇന്നാൾ കുറേ നാൾ അവളുടെ വീട്ടിൽ പോയി നിന്നിട്ട് ഏടത്തി പോയി കൂട്ടിക്കൊണ്ട് വരികയല്ലായിരുന്നോ. ആദർശിന് ശ്വാസം മുട്ടലൊക്കെ ഉള്ളതല്ലേ, അവനെ നോക്കാനും ഒരാൾ വേണ്ടേ, അത് ഓർത്തിട്ടാണ് ഏടത്തി അവളെ ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുന്നത്. അപ്പോൾ അനാമിക പറയാണ്, ആദർശേട്ടനെ നോക്കാനാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ ഇപ്പം ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. വല്യമ്മയാണല്ലോ നയനയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നയനയ്ക്ക് മരുന്ന് കൊടുക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നത് വല്യമ്മയല്ലേ എന്ന് പറയാണ്. അപ്പോഴേക്ക് ജലജയും പറയുന്നുണ്ട്, അതെ, അത് ശരിയാ, ഇതിലൊക്കെ എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ ഉണ്ട്, എന്താണെന്ന് നമുക്ക് വൈകാതെ അറിയാൻ പറ്റും, ഒരുപാട് നാളൊന്നും ഇവരിതും കൊണ്ട് ഇങ്ങനെ അങ്ങ് പോയില്ല എന്ന്. അങ്ങനെ വന്ന് കയറുന്ന കാണുമ്പോഴേ മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ് കേട്ടോ, ആഹാ, ഇന്നെല്ലാവരും ഒന്നിച്ചാണല്ലോ പോയത്, വളരെ നന്നായി, ഈ ഒരു ഒത്തൊരുമ അത് കാണാനാണ് ഞങ്ങൾ ഇത്രയും നാളും ആഗ്രഹിച്ചിരുന്നത്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, എവിടെ ഞങ്ങൾ ഒന്നിച്ചു പോയി, ഞാൻ നടക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ആദർശ് വന്നു എന്നെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് വന്നു. ഇവളെപ്പോഴാണ് പോയതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ആരോടും ഒരു വാക്ക് പോലും പറയാതെയാണല്ലോ ഇറങ്ങി പോകുന്നത്. തോന്നിവാസമല്ലേ ഇവളുടെ കയ്യിലിരിക്കുന്നത് മുഴുവൻ. ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ ഇവിടുന്ന് രാവിലെ നടക്കാനാണെന്നും പറഞ്ഞു പോയത്? അമ്മയോടോ അച്ഛനോടോ പറഞ്ഞോ? ഇല്ലല്ലോ, എന്നോടും അനുവാദം ചോദിച്ചില്ല. പിന്നെ എന്ത് വേണേലും ആവല്ലോ, പിന്നെ വഴി വച്ച് കണ്ടപ്പോൾ കൂട്ടിക്കൊണ്ട് പോകുന്നതേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പം മുത്തശ്ശി പറയാണ്, നയനമോൾ അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യില്ല, ആദർശ് മോനോട് പറഞ്ഞിട്ട് തന്നെയായിരിക്കും അവൾ പോയത് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് നേരാ മുത്തശ്ശി, എന്നോട് അവൾ സൂചിപ്പിച്ചിരുന്നു, ഞാൻ ആ കാര്യം മറന്നുപോയി, അതാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഉടനെ തന്നെ അങ്ങോട്ട് ജലജ വരികയാണ്. നടപ്പെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി എത്തിയല്ലോ, എന്തോരം ഒത്തൊരുമയാ, ഈ വീട്ടിൽ ഇത്രയും ഒത്തൊരുമ പോകുന്ന ഒരു കുടുംബം ഇല്ല എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, എൻ്റെ ജലജയെ, ഒത്തൊരുമ ഇവളും ഒക്കെ ആയിട്ട് എങ്ങനെ ചേർന്ന് പോകാൻ പറ്റുമെന്ന് ജലജയ്ക്ക് അറിയാവോ? പിന്നെ ഇവനെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ അങ്ങ് സഹിച്ച് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. നയനയും പുറകെ അങ്ങ് പോകുന്നുണ്ട്. അതിനൊക്കെ ശേഷം ഇവരെല്ലാവരും കൂടെ നിന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇതിലെന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്ന് അറിയില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ജലജ പറയുന്നുണ്ട്, ഓ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ, അബിയുടെ ഭാര്യ ആ നവ്യ ഉണ്ടല്ലോ, അവളെ കൊണ്ട് പൊറുതി പൊട്ടിയിരിക്കുകയാണ്, അവൾ എന്നെ എങ്ങനെയെങ്കിലും ജോലി ചെയ്യിപ്പിക്കാമോ എന്ന് നോക്കി നിൽക്കുക. അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടല്ലോ അവൾ ഗർഭിണിയായതുകൊണ്ട് അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാനും അബിയും ചെയ്തു കൊടുക്കണമെന്ന്.
അതുകൊണ്ട് അവൾ ഭീഷണിപ്പെടുത്തി ഓരോ കാര്യങ്ങൾ അങ്ങ് ചെയ്യിക്കുക. എന്ത് ചെയ്യാനാ? അപ്പോൾ അനാമിക പറയാണ്, അപ്പച്ചിയെയും ഭീഷണിപ്പെടുത്തി ചെയ്യിക്കാൻ അവൾക്ക് പറ്റുമോ? അപ്പച്ചി അങ്ങനെ വല്ല ഭീഷണിക്കും വീഴുന്ന ആളാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എൻ്റെ ഒരു തലേവിധി, അല്ലാതെ ഇപ്പം എന്ത് പറയാനാ എന്ന് പറഞ്ഞ് ജലജ അകത്തേക്ക് കയറി പോവുകയാണ്. അതേസമയം അനാമികയ്ക്ക് ഇതൊന്നും അങ്ങ് സുഖിക്കുന്നില്ല കേട്ടോ. അനാമികയാണെങ്കിൽ അനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അനിയോട് പറയുന്നുണ്ട്, നീ കണ്ടോ മറ്റുള്ളവരൊക്കെ ജീവിക്കുന്നത്? ആ നയനയും ആദർശേട്ടും കൂടെ എന്തുമാത്രം പ്രശ്നങ്ങളായിരുന്നു. അവർ കണ്ട കീരിയും പാമ്പുമായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ട് രണ്ടുപേരും ഒന്നായത് കണ്ടോ? ഒന്നിച്ച് നടക്കാൻ പോയിട്ട് വരുന്നു, അതും അമ്മായിയമ്മയും ഒത്ത്. അപ്പോഴേക്കും അനി പറയാണ്, അതിന് നീ കണ്ണുകടി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല നിനക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നയനേടത്തിൻ്റെ മനസ്സ് വളരെ നല്ലതാണ്, ആദർശേട്ടൻ്റെ സ്വഭാവവും നല്ലതാണ്. തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതങ്ങ് മാറിയപ്പോൾ പിന്നെ ആ കുഴപ്പമില്ലാതായി, അവരൊന്നായി. ആ കൂടെ വല്യമ്മയെ നിൽക്കുന്നു. അത് സന്തോഷമുള്ള കാര്യമല്ലേ അനാമികയെ? നീ ഇങ്ങനെ കുശുമ്പുമായിട്ട് നിന്നാലെങ്ങനെയാ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം അബിക്കാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനാണ്. കാരണം അനഘ വിളിച്ചിട്ട് അബിയോട് പറഞ്ഞിരുന്നല്ലോ കുട്ടിയുമായിട്ട് അനന്തപുരിയിലേക്ക് വരുമെന്നുള്ള കാര്യം. അനഘയുടെ കുട്ടി ഇപ്പോൾ 4-5 വയസ്സായിട്ടുണ്ടാവും എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അബി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൾ പറഞ്ഞ പോലെ ചെയ്യുന്നവളാ. അന്ന് ഞാൻ അവളോട് അബോഷനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നപ്പോൾ അവൾ പറഞ്ഞത്, അതിനൊന്നും എന്നെ കിട്ടില്ല, നീ നിൻ്റെ ജീവിതത്തിൽ പോയിക്കോ, നിനക്കൊരു ശല്യമായിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞ അവൾ പോയി ആ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി. അതിനുശേഷം അവൾ വന്ന് കണ്ടപ്പം പറഞ്ഞിരുന്നു ആ കുട്ടിയുടെ കാര്യം. അപ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവൾ വിചാരിച്ച്, വേണ്ട, നിൻ്റെ ഒരു ഔദാര്യവും വേണ്ട, ഞാൻ ആ കുഞ്ഞുമായിട്ട് ഗൾഫിലേക്ക് പോവാണ്, ഇനി നമ്മൾ തമ്മിൽ കാണില്ല, നിന്നെ ബുദ്ധിമുട്ടിക്കേ ഇല്ല, ഞാൻ അവിടെ പോയി ആ കുഞ്ഞിനെ വളർത്തിക്കോളാമെന്ന് പറയുകയാണ് കേട്ടോ. എന്നാൽ ഇപ്പം അവൾ വീണ്ടും വിളിച്ചിരിക്കുന്നു ഇങ്ങോട്ട് വരുന്നെന്നും കുട്ടിയെ ഞാൻ ഏറ്റെടുക്കണമെന്നും ഒക്കെ പറഞ്ഞ്. 4-5 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടി അതിൻ്റെ അച്ഛനെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നും അവൾക്ക് മറ്റൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കുട്ടിയെ നീ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനഘയുടെ വരവ്. ഇതിനിപ്പം അവൾ ആ കുഞ്ഞിനെയും കൊണ്ടെങ്ങാനും അനന്തപുരിയിലേക്ക് വന്നാൽ എന്താവും അവസ്ഥ? ആകെ മൊത്തം പ്രശ്നങ്ങളാവും. ഇപ്പം തന്നെ മുഴുവൻ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ഈ വിവരം മുത്തശ്ശനും മുത്തശ്ശിയും എങ്ങാനും അറിഞ്ഞാൽ എന്നെയും അമ്മയും അവിടെ നാടിച്ചേർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അബി. അബിക്കാണെങ്കിൽ ഊണും ഉറക്കവും ഇല്ല കേട്ടോ. ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അന്നാണെങ്കിൽ ഓഫീസിലേക്കും അബി പോയിട്ടില്ല. ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ അബി നീ ഇന്ന് ഓഫീസിൽ വരാത്തത്? അത് ആദർശേട്ടാ, വല്ലാത്തൊരു തലവേദന, ഇന്ന് ഞാൻ ലീവ് എടുക്കാം, ഇന്ന് ഞാൻ വരുന്നില്ല ആദർശേ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അബി റൂമിലെല്ലാം പരതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പം നമ്മുടെ നവ്യയ്ക്ക് തോന്നുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇവൻ 2 ദിവസമായിട്ട് വല്ലാത്തൊരു ടെൻഷനിലാണ്. ആരൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ട് ഇവനെ. അനഘ എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്നുള്ള കോള് വന്നേ പിന്നെയാണല്ലോ ഇവന് ഇത്ര ടെൻഷൻ. ഇവൻ്റെ പഴയ കാമുകിമാരാരെങ്കിലും ആയിരിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തോ. കാര്യമായിട്ട് എന്തോ പ്രശ്നമില്ലെങ്കിൽ അബി ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല. ചെറിയ കാര്യങ്ങളൊന്നും അവന് പ്രശ്നമല്ല. എന്താണെന്നൊന്ന് ചോദിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് നവ്യ വന്നിട്ട് ചോദിക്കുകയാണ് അബിയോട്, നീ എന്താ ടെൻഷൻ അടിച്ച് നടക്കുന്നത്? നീ എന്താ ഇന്ന് ഓഫീസിൽ പോകാഞ്ഞത്? അപ്പോഴേക്കും അബി പറയാണ്, എനിക്കിന്ന് ഓഫീസിൽ പോകാൻ തോന്നിയില്ല, വല്ലാത്തൊരു തലവേദന, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഓഫീസിൽ പോകാതിരുന്നത്. നീ എന്തിനാ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നത്? അല്ല, കുറേ സമയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു, എന്തൊക്കെയോ ആലോചിക്കുന്നു, പിറുപിറുക്കുന്നു, എന്താ നിൻ്റെ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അബി പറയാ, എൻ്റെ പ്രശ്നം എന്തായാലും നീ അതിലൊന്നും ഇടപെടണ്ട, എനിക്കിന്ന് വയ്യ, അതുകൊണ്ട് ഞാൻ ഓഫീസിൽ പോയില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസം നിന്നെ ആരാ ഫോൺ വിളിച്ചത്? ഒരു അനഘ. അതിൽ പിന്നെയാണല്ലോ നിനക്ക് ഈ ടെൻഷനൊക്കെ. അപ്പോൾ അബി പറയാണ്, എനിക്കെന്ത് ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. അപ്പം നവ്യ പറയുന്നുണ്ട്, പിന്നെ ഇന്നലെ രാത്രിയിലും നീ ഉറക്കമൊഴിച്ച് ആ ഫോൺ വന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമായിരുന്നല്ലോ. നീ വ്യക്തമായിട്ട് നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്തെങ്കിലും അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയോ അബി? അല്ലെങ്കിലും നീ ചാടുന്നതൊക്കെ അബദ്ധങ്ങളാണല്ലോ. എൻ്റെ മുന്നിൽ നിന്ന് നീയൊന്ന് പോയി തരാവോ നവ്യയെ? ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്, അതിൻ്റെ കൂടെയാണ് അവളുടെ ഒരു കിന്നാരം എന്നൊക്കെ അബി പറയാണ്. അപ്പോൾ നവ്യ പറയാണ്, ഞാൻ പോയി തരാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നവ്യ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴേക്കും അബി ഇങ്ങനെ വീണ്ടും അനഘയുടെ കാര്യം ആലോചിക്കുകയാണ്. അനഘ ഇനി എപ്പോഴാണോ കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് എന്നാണ് അബി ചിന്തിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അതേസമയം
നയനയും ദേവയാനിയും കൂടെ ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി എന്തൊക്കെയോ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നും അമ്മ എന്തൊക്കെയോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, എന്താ എന്താ സ്പെഷ്യൽ? അപ്പോൾ ദേവയാനി പറയാണ്, സ്പെഷ്യൽ ഒന്നുമില്ല, കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി നിനക്കും ആദർശനും തരാമല്ലോ എന്ന് വിചാരിച്ചാ. പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്കൊരു സന്തോഷം തോന്നുമ്പം ഞാനിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോഴേക്കും നയന പറയാണ്, ദേ എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാനൊന്നും അമ്മ നിൽക്കണ്ട, ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാണെന്നുള്ള ചിന്ത വേണം, ആ ഒരു ചിന്തയോട് കൂടി വേണം പെരുമാറാൻ എന്ന് പറയാണ്. അപ്പോൾ ദേവയാനിയും പറയാണ്, അത് നിനക്കും വേണം കേട്ടോ, ഇങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യുകയും കമ്പനിയിൽ പോയി ഉറക്കമൊഴിച്ചെന്ന് ഡിസൈൻ വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പം നീയും ഓർത്തോണം ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ട് മുത്തശ്ശി വരെയാണ്. മുത്തശ്ശി ചോദിക്കുകയാണ്, ആഹാ ദേവയാനി ഇന്നും കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അല്ലേലും ഇപ്പോൾ ദേവയാനിക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ പിന്നെ ഭയങ്കരമായിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കലൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്, ദേ ഇവളും ആദർശമൊക്കെ ഓഫീസിലേക്ക് പോവല്ലേ, അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം നവ്യാണെങ്കിൽ ജലജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ജലജയോട് പറയുന്നുണ്ട്, അതെ എനിക്ക് കുറച്ച് ജ്യൂസ് വേണമായിരുന്നു, അതെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരാൻ പറ്റുമോ? അപ്പം ജലജ പറയാണ്, എടി നിനക്ക് ജ്യൂസ് വേണമെങ്കിൽ നീ അടുക്കളയിൽ പോയി ഉണ്ടാക്കി കഴിക്കടി, എനിക്കിപ്പം നേരമില്ല. അപ്പം ഉടനെ നവ്യ പറയാം, അതെന്താ നേരമില്ലാത്തത്, എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണമെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതൊക്കെ അമ്മയും മോനും അങ്ങ് മറന്നു പോയോ? അപ്പോഴേക്കും ജലജ പറയാം, വീണ്ടും നീ ഭീഷണിയായിട്ടൊന്നും വരുമൊന്നും വേണ്ട, അങ്ങനെ എപ്പോഴും എന്നെ അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്താവുന്നൊന്നും നീ വിചാരിക്കേണ്ട. നീ ചെന്ന് അച്ഛനോടും അമ്മയോടും പറ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തന്നില്ലെന്ന്, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ് കേട്ടോ നവ്യ, ഓഹോ ജ്യൂസ് ഉണ്ടാക്കി തന്നില്ലെന്ന് മാത്രം ഞാൻ ചെന്ന് പറഞ്ഞാൽ മതിയോ, അതോ മറ്റേ ആ വീഡിയോ അത് കാണിക്കണോ? അപ്പോഴേക്കും ജലജയ്ക്ക് അമ്പരപ്പാവാണ്. ജലജ പറയാണ്, എന്തൊരു ശല്യമാണ് ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്നുമില്ലല്ലോ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഇവളാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് മനുഷ്യന് ശല്യത്തിന് എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ നവ്യ പറയുന്നുണ്ട്, ചെല്ല് നന്നായിട്ട് മധുരമായിട്ട് ഒരു ജ്യൂസ് എടുത്ത് കേട്ടോ, വല്ലാത്ത ക്ഷീണം. അപ്പോഴേക്കും ജലജ ചാടിത്തുള്ളി അവിടുന്ന് പോവുക. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ എന്താ, ഏതാണ്ടൊക്കെ പിറുപിറുത്തമ്മ പോകുന്നുണ്ടല്ലോ. ഒന്നുമില്ല, നിന്റെ ഭാര്യയെ കൊണ്ട് തോറ്റുപോയി എന്ന് ഞാൻ പറയായിരുന്നു, അവൾക്കിപ്പം ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം, ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവൾ ആ വീഡിയോ എല്ലാവരെയും കാണിക്കുമെന്നാണ് പറയുന്നത്. അച്ഛനും അമ്മയാണെങ്കിൽ അവൾക്ക് സപ്പോർട്ടും, എന്താഗ്രഹവും സാധിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഏട്ടാ നമ്മൾ എന്തൊക്കെ നോക്കി ഇവളെ ഒന്ന് ഒഴിവാക്കാനായിട്ട്, അവന്മാരെ കൊണ്ട് തട്ടിക്കൊണ്ട് പോയി, എന്നിട്ടും അവൾ തിരിച്ചു വന്നു. ആ അനാമിക അവളുടെ അമ്മയും കൂടെ ചേർന്ന് പാലിൽ വിഷം ചേർത്ത് കൊടുത്തു, എന്നിട്ട് അത് ഏടത്തി കുടിച്ചു, അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു. അനാമികയാണെങ്കിൽ അവളെ മോളിൽ നിന്ന് തള്ളി താഴെ ഇട്ടു, എന്നിട്ടും അവൾക്കൊന്നും പറ്റിയില്ല. ഇതുപോലൊരു നാശം നമ്മുടെ ജീവനും കൊണ്ടേ ഇവള് പോവോളെന്നാണ് തോന്നുന്നേ. നേരത്തെ എങ്ങാനും ചെയ്ത പാപത്തിൻ്റെ ഫലമായിരിക്കും ഇങ്ങനെ ഒരെണ്ണം തലയിൽ വന്ന് കയറിയത്. അപ്പോൾ അഭി പറയാണ്, ശരിയാ, ഇങ്ങനെ കുറേ എണ്ണം തലയിലേക്ക് വന്ന് കയറാനും. അപ്പം ജലജ ചോദിക്കുക, എന്താടാ നീ പറഞ്ഞ് കുറേ എണ്ണോ? ആ നിനക്ക് കുറേ എണ്ണം കാണും, അതിലൊരെണ്ണല്ലേ ഇവള്, നിന്റെ തോന്നിയാസവും നടപ്പും കൊണ്ടാടാ ഇവള് നിന്റെ തലയിലായത്. ഇവളെ ആദർശൻ ആലോചിച്ചല്ലായിരുന്നോ, അവൻ തന്നെ അങ്ങ് കെട്ടിയിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് കൈയടിച്ച് ചിരിക്കായിരുന്നു, ഏടത്തി ഇതിനെ അങ്ങ് അനുഭവിച്ചേനെ. പക്ഷേ ഇപ്പം കണ്ടില്ലേ, ആദർശൻ ആ നയനയും കിട്ടി, ഈ മാരണത്തിനെ നിനക്കും കിട്ടി, നിന്നെ വേണം പറയാൻ. അപ്പോൾ ഉടനെ അഭി പറയാം, ഇവള് കോടീശ്വരിയാണെന്ന് വിചാരിച്ചല്ലേ ഞാൻ ഇവളെ വിവാഹം കഴിച്ചത്, അന്ന് ഞാൻ അമ്മയോടും പറഞ്ഞതല്ലേ. ഓ കോടീശ്വരി, നിനക്കിതൊക്കെ അറിഞ്ഞിട്ട് പോരായിരുന്നോടാ, നീയല്ലടാ അവളെ തട്ടിക്കൊണ്ടുപോയി കല്യാണവും കഴിച്ച് ഒരു കുഞ്ഞുമായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, നീ ഒരു മണ്ടനായി പോയല്ലോ. അതെങ്ങനെയാ, ഒരുപാട് പെണ്ണുങ്ങളുടെ പുറകെയല്ലേ നീ നടക്കുന്നത്, അതിലൊരു ശല്യം നിൻ്റെ തലയിലായി. അപ്പോൾ അഭി പറയേ, ശരിയാ, അത് നേരാ, ഒരുപാട് പേരെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്, എന്നാലും ഇതുപോലൊരെണ്ണം തലയിലേക്കാകുമെന്ന് ഞാൻ വിചാരിച്ചു പോലുമില്ല, എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് ജ്യൂസ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ജലജ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ദേവയാനിയുണ്ട്, നയനയുമുണ്ട്. അങ്ങനെ അവിടെ നിന്നിട്ട് ജലജ ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുമ്പോൾ ദേവയാനി ചോദിക്കുക, എന്താ ജലജ നീ ഇപ്പോൾ ജ്യൂസ് കുടിക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പം പറയാണ്, ജ്യൂസ് എനിക്കല്ല, ദേ ഇവളുടെ ചേച്ചി നവ്യയ്ക്ക, അവളിപ്പം ഗർഭിണിയാണല്ലോ, അതുകൊണ്ട് അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത് അവളെ നന്നായിട്ട് നോക്കണമെന്ന്, അവളെ നോക്കിയില്ലേ എന്നെ അവിയെ ഇവിടുന്ന് പുറത്താക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ അവൾ ഓർഡർ ഇട്ടിരിക്കുക അവൾക്ക് ജ്യൂസ് വേണമെന്ന്, അതുണ്ടാക്കി കൊടുക്കട്ടെ
ഇല്ല പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നയനിയും ദേവയാനിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുമ്പം ജലജ പറയാണ്, നാശം പിടിക്കാൻ ഈ മാരണം മരിക്കുന്നുമില്ലല്ലോ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതാ ഇവളെ കൊല്ലാനായിട്ട്, എന്നിട്ടൊന്നും നടക്കുന്നില്ലല്ലോ. അന്നാണെങ്കിൽ ആ പാലിൽ പൊടി ചേർത്ത് അവൾ വച്ചതാ ആ അനാമിക, എന്നിട്ട് പോലും അവൾ മരിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പിറുപിറുക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് നോക്കുന്ന സംസാരം കേട്ടിട്ട് ദേവയാനി ചോദിക്കുക, എന്താ ജലജ നീ ഇപ്പോൾ പറഞ്ഞത്, പാലിൽ വിഷം ചേർത്ത കാര്യമൊക്കെ നീ പറഞ്ഞല്ലോ എന്ന് പറയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എന്ത് പാലിൽ വിഷം ചേർത്ത കാര്യം, അന്ന് ആരോ പാലിൽ വിഷം ചേർത്ത് വെച്ചത് എടുത്ത് കുടിച്ചിട്ടല്ലേ അന്ന് ആശുപത്രിയിൽ പോയി കിടന്നത്, അതാ ഞാൻ ഓർത്തത് ഇപ്പം എന്ന് പറയാണ്. ഓഹോ, ആ പാലിൽ വിഷം ചേർത്ത കാര്യം ഇപ്പം എന്തിനാ നീ പറഞ്ഞത്, അതുപോലെ ഇവക്കാരേലും വിഷം ചേർത്ത് കൊടുത്തിരുന്നെങ്കിൽ ഇവളും അങ്ങ് പോയി കിടന്നേനേന്ന് ഞാൻ പറഞ്ഞതാ. അപ്പോൾ ദേവയാനി പറയാ, അങ്ങനെയൊന്നും പറയരുത് ജലജെ, നിന്റെ മകൻ്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്നത്, അവൾക്ക് കൊടുക്കുന്ന പാലിലും ജ്യൂസിലും വിഷം ചേർത്ത് കൊടുത്താൽ നന്നായിരുന്നു എന്ന് പറയാനൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ജലജ പറയാണ്, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, എനിക്കൊരു തോന്നായികയും തോന്നുന്നില്ല, അന്നത് മാറിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അപ്പോൾ എന്നും പറഞ്ഞ് ജ്യൂസും എടുത്തിട്ട് പോവാണ് ജലജ. അപ്പോൾ ദേവയാനിക്ക് അങ്ങ് വല്ലാതെ തോന്നുവാണ്. ഉടനെ നയന പറയുന്നുണ്ട്, കേട്ടോമേ ഇപ്പോൾ പറയുന്നത് കേട്ടോ, അന്ന് പാല് കാച്ചി വെച്ചതിൽ ഇവരാരുമാണ് വിഷം ചേർത്തത്, ഒന്നെങ്കിൽ അപ്പച്ചിയും അബിയും അല്ലെങ്കിൽ അനാമികയും അവളുടെ അമ്മയും, ഇവരാരോ ചെയ്തതാണ്, അതാണ് അന്ന് അമ്മയെടുത്ത് കുടിച്ച് കരള് പോയത്. അതേസമയം അത് നവ്യേച്ചിക്കുള്ള ട്രാപ്പായിരുന്നു, അതിൽ നിന്ന് നവ്യേച്ചി രക്ഷപ്പെട്ടതിൽ ഇവർക്കൊക്കെ നല്ല വിഷമമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയാണ്, അങ്ങനെയാണെങ്കിൽ ഇവരെ ഒന്നും അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ, ജലജയോട് കാര്യം ചോദിച്ചിട്ടേ ഉള്ളൂ, ജലജയും അബിയും തന്നെയായിരിക്കും അത് ചെയ്തത് എന്ന് പറഞ്ഞ് ദേവയാനി പുറകെ ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി ജലജെ അവിടെ നിന്നേ, എന്താ എന്താ ഇടത്തി, അല്ല നിന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാണ്. അപ്പോൾ അങ്ങോട്ട് ജാനകിയും അനാമികയും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കാണ്, ജലജെ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, അന്ന് പാല് കാച്ചി വെച്ചിരുന്നു നവ്യക്കായിട്ട് നയന, ആ പാലിൽ നീയാണോ എന്തെങ്കിലും വിഷം ചേർത്ത് വെച്ചത്? അപ്പം ജലജ പറയാണ്, ആഹാ ഇത് കൊള്ളാലോ, ഏടത്തി ഇപ്പം എന്നെ എന്തിനാ ചോദ്യം ചെയ്യുന്നത്, അല്ല നീ ഇപ്പം അടുക്കളയിൽ നിന്ന് പാലിൽ വിഷം ചേർത്ത കാര്യവും ജ്യൂസിൽ വിഷം ചേർക്കുന്ന കാര്യമൊക്കെ പറയുന്നത് കിട്ടു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. ആ പാല് ഞാനാണല്ലോ കുടിച്ചത്, ഞാനാണല്ലോ അനുഭവിച്ചത്, അപ്പോൾ പിന്നെ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ അറിയണ്ടേ? അപ്പോഴേക്കും ഉടനെ തന്നെ ജലജ പറയാണ്, അയ്യോ ഏടത്തി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അല്ല നീയോ നിൻ്റെ മകനോ ആയിരിക്കും അത് ചെയ്തതെന്നറിയാം, ഇപ്പം നവ്യയോടുള്ള ദേഷ്യം നീ പ്രകടിപ്പിക്കുന്നത് കണ്ടു, അതുപോലെ ആ സമയത്ത് നവ്യയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി നീ ആയിരിക്കുമല്ലേ ആ പാലിൽ വിഷം ചേർത്തത്, അതോ നിൻ്റെ മകനോ? നീയും നിൻ്റെ മകനും അറിയാതെ അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കില്ല. അപ്പോഴേക്ക് ജലജ പറയാണ്, എഴുതി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഉടനെ ദേവയാനി നല്ല ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും നമ്മുടെ അനാമികയ്ക്കും അങ്ങ് പേടിയാകുന്നുണ്ട് കേട്ടോ. എല്ലാ കള്ളത്തരങ്ങളും പൊളിയോന്ന് ഓർത്തിട്ട് അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ ഞാനും അമ്മയും കൂടിയാണല്ലോ ഈ പണി ഒപ്പിച്ചത്, ഇവരാരും ഇത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും അപ്പച്ചി അബിയാണെന്ന് തന്നെ പറയാം, ആ കൂടെ തന്നെ അങ്ങ് നിൽക്കാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ദേവയാനി പറയാണ്, പിന്നെ ആരാ ഇത് ചെയ്തത്, അനാമികയ്ക്ക് അറിയോ ഇത് ആരാ ചെയ്തതെന്ന്? അപ്പോഴേക്കും അനാമിക പറയാണ്, എൻ്റെ പൊന്നെ എനിക്കറിയില്ല, ഞാനിത് ചെയ്തിട്ടില്ല, ഞാനും എൻ്റെ അമ്മയും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെന്നുള്ളത് സത്യമാണ്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുമോ? നവ്യ ഗർഭിണിയല്ലേ, ആ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ നോക്കുമോ? ഈ അനന്തപുരിയിലെ അനന്തരാവകാശിയല്ലേ അത് എന്നൊക്കെ പറയാണ്. അപ്പം ഇത് കേൾക്കുമ്പം ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ജലജ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, അമ്പടി കള്ളി, നീ നിൻ്റെ അമ്മയും കൂടെ ചെയ്തിട്ട് ഇപ്പം നീ ഒന്നും അറിഞ്ഞില്ലെന്നല്ലേ? അപ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനി ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ ജലജയും അബിയും തന്നെയായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയാണ്, ഞാനല്ലെന്ന് പറഞ്ഞില്ലേ, ഈ വീട്ടിലുള്ള ഒരാൾ തന്നെയാണ് ചെയ്തത്, പക്ഷേ അതാരാണെന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഉടനെ തന്നെ കാരണത്തിൻ്റെ ഒരടി കൊടുക്കുകയാണ് ദേവയാനി ജലജയുടെ. അപ്പോൾ ജലജ കാരണം പൊത്തിപ്പിടിച്ച് കറിയാണ്, എന്താ ഇടത്തി എന്തിനാ എന്നെ തല്ലിയത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർക്കും വരുന്നവർക്കും തല്ലാൻ ഞാനെന്താ ചെണ്ടയാണോ? അപ്പോഴേക്കും ദേവയാനി പറയാണ്, അതെ നീ സത്യം പറഞ്ഞു, നിനക്കറിയാവുന്ന നീ ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ ആരാണ് പാലിൽ വിഷം ചേർത്തതെന്നുള്ള കാര്യം നിനക്കറിയാം, ഈ വീട്ടിലൊരാളാണെന്ന് നീ പറഞ്ഞു, ഒന്നെങ്കിൽ നീയോ നിൻ്റെ മകനോ ആയിരിക്കും, അതാ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയം എന്ന് പറയുമ്പോഴേക്കും
ജലജ പറയാണ്, ഞാനും അല്ല അഭിയല്ല, ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത്രയും മനുഷ്യത്വമില്ലാതെ പെരുമാറാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മനുഷ്യത്തിൻ്റെതിനും കാര്യമൊന്നും നീ ജലജയെ പറയണ്ട. നിന്റെ മനുഷ്യത്വവും നിന്റെ സ്വഭാവവും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആരാണെന്ന് നീ പറഞ്ഞോ? ഇല്ലേ ഇപ്പം ഞാൻ പോലീസിനെ വിളിക്കും എന്ന് പറയാണ്. അപ്പോൾ ജലജ പറയാണ്, അയ്യോ വേണ്ട, അടി കിട്ടിയതുകൊണ്ട് തന്നെ മതിയായി. എന്തായാലും ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെയുള്ള ചിലരൊക്കെ കുറ്റം ചെയ്തിട്ട് മറ്റുള്ളവരുടെ തലയിലേക്ക് പഴി ചാരുകയാണ്. അപ്പോൾ ഉടനെ അനാമിക പറയാണ്, അതപ്പച്ചി ആരെയാ പറഞ്ഞത്? എന്നെയാണോ പറഞ്ഞത്? ഞാനാണോ പാലി വേഷം ചേർത്തെന്ന് പറഞ്ഞത്? എനിക്ക് എന്താ കാര്യം? നവ്യയുടെ കുഞ്ഞിനെ കൊന്നിട്ടോ നവ്യയെ കൊന്നിട്ടോ എനിക്കെന്തെങ്കിലും കാര്യമുണ്ടോ? അത് അല്ലെങ്കിൽ പിന്നെ വല്യമ്മയ്ക്ക് വേഷം കൊടുത്തിട്ട് എനിക്കെന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതുകൊണ്ട് പ്രയോജനമുള്ളത് അപ്പച്ചയ്ക്കോ അഭിക്കും തന്നെയാണ്. അപ്പം പിന്നെ നിങ്ങളായിരിക്കുമല്ലോ ചെയ്തത്. അപ്പോഴേക്കും ഉടനെ തന്നെ ജലജ പറയാണ്, എടി കള്ളി, എടി പേരും കള്ളി അനാമികെ, നീയും നിൻ്റെ അമ്മയും കൂടിയല്ലേ അന്ന് പാലിൽ വിഷം ചേർത്ത് വെച്ചത്? ഞാനും അഭിയും കണ്ടതാണ് ഈ കാര്യം. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ആ നവ്യ അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകുന്നെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന്. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരുന്നത്, അല്ലാതെ അറിയാഞ്ഞിട്ടല്ല. നിൻ്റെ അച്ഛൻ കൊടുത്തന്ന പൊടി നീ നിൻ്റെ അമ്മയും കൂടിയല്ലേ നയനെ കാച്ചി വെച്ച പാലിൽ ചേർത്തത്. അത് നവ്യയ്ക്ക് കൊടുത്ത് നവ്യയുടെ അഹങ്കാരം തീർക്കാനായിട്ട്. എന്നിട്ട് അത് എടുത്ത് കുടിച്ച് ആശുപത്രിയിലായപ്പോഴേക്കും നിങ്ങൾ ഒതുങ്ങിയതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുകയാണ് കേട്ടോ ദേവയാനി, സത്യമാണ് ഇത് അനാമികെ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാണ്, അല്ല ഇത് ചുമ്മാ വെല്ലും അപ്പച്ചി പറയുന്നതാണ്. ഉടനെ ജലജ ചീറ്റിക്കൊണ്ടുവരികയാണ്, ചുമ്മാ പറയുന്നതാണെന്ന് അഭിയെ വിളിച്ച് ചോദിക്ക്, അവനും അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടും കണ്ടതാ. പിന്നെ നവ്യയോടുള്ള ദേഷ്യം കാരണം ഞങ്ങളത് മിണ്ടിയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഉടനെ ദേവയാനി പറയാണ്, എടി ജലജെ, നവ്യയോടുള്ള ദേഷ്യം കൊണ്ട് നിൻ്റെ മരുമോക്ക് കുഞ്ഞിനും വിഷം കൊടുക്കുന്നത് കണ്ട് നീ നോക്കി നിൽക്കുമായിരുന്നല്ലേ? അത്രയ്ക്കൊരു മനുഷ്യത്വം ഇല്ലാത്തവളാണോടി നീ? നീയും നിൻ്റെ മകനും കൊള്ളാവല്ലോടി. നിന്നെയൊക്കെ വിശ്വസിച്ച് ആ പെൺകുട്ടി എങ്ങനെയാണ് ഈ ജീവിക്കുന്നത്? ഇവളുടെ അമ്മയും കൂടി അങ്ങനെ ചെയ്തെങ്കിൽ നീ അത് കണ്ടപ്പോൾ മിണ്ടാതെ നിന്ന് സഹിച്ചല്ലേ? അപ്പം നീയും ഇവളുമാരും ഒക്കെ തമ്മിൽ എന്താടി വ്യത്യാസം? നിൻ്റെയൊക്കെ മനസ്സ് എത്രമാത്രം ദുഷ്ടാത്തരം ഉള്ളതാടി എന്നൊക്കെ പറയുമ്പോൾ ജലജയും അനാമികയും ഒന്നും മിണ്ടുന്നില്ല. ദേവയാനി പറയാണ്, ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണം. അന്ന് അങ്ങനെ സംഭവിച്ചു, നവ്യ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, അതിൻ്റെ ഫലം ഞാനാണ് അനുഭവിച്ചത്. അതുകൊണ്ട് നീയൊക്കെ ഓർത്തു, നിന്നെയൊന്നും ഒരിക്കലും വെറുതെ വിടാനായിട്ട് ഈ ദേവയാനി ഉദ്ദേശിക്കുന്നില്ല. അച്ഛനും അമ്മയും വരട്ടെ, പ്രായമായിട്ടിരിക്കുന്ന അച്ഛനാണ്, തീരെ വയ്യാതിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടുന്നില്ല. പക്ഷേ നീയൊക്കെ ഇത് അനുഭവിക്കും എന്ന് പറയുകയാണ് കേട്ടോ ദേവയാനി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്